ഇതാണ് പുതിയ വീട്. യെസ്. ദേ, നിന്റെ ഇഷ്ടം പോലെ തന്നെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒറ്റ വീട് പോലും ഇല്ല. കാം കൂൾ സറൗണ്ടിങ്സ്. ആരും പാട്ട് പാടുന്ന ബഹളമില്ല, കുട്ടികൾ കരയുന്ന ശബ്ദമില്ല. ദേ, ഇനി നീ നൈബേഴ്സുമായിട്ട് വഴക്കടിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഡു യു ലൈക്ക് ദ പ്ലേസ്? ഇതിനെവിടെയാ നീല പെയിന്റ്? നീല പെയിന്റോ? എന്തായി വീടിന് നീല പെയിന്റ് അടിക്കാതിരുന്നെന്ന്? അത് പിന്നെ വീട് മാറുമ്പോ നീല പെയിന്റ് അടിച്ച വീട്ടിലോട്ട് മാറണമെന്നല്ല ഞാൻ ആൽബിച്ചിനോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു നരച്ച കളറ് വാരി തേച്ച് വെച്ചിരിക്കുന്നു. എനിക്കിഷ്ടായില്ല ഈ അളിഞ്ഞ വീട്. ആഹാ, എത്തിയോ? വാ മോളെ, വാ, കേറി വാ. വീടിന് നീല പെയിന്റ് അടിക്കണമെന്ന് ഞാൻ ആൽബിച്ചിനോട് ഹോസ്പിറ്റലിൽ വെച്ചേ പറഞ്ഞതാ ഗ്രാൻഡ്മ. എന്നിട്ട് അത് അനുസരിച്ചൊന്ന് നോക്ക്. ഇതാണോ കാര്യം? നമ്മളിപ്പോ ഇങ്ങോട്ട് മാറിയിട്ടല്ലേ ഉള്ളൂ. പെയിന്റ് അടിക്കാനും ഭംഗി വരുത്താനും നീ എത്ര സമയം കിടക്കുന്നു? പ്രോമിസ്? ഗോഡ് പ്രോമിസ്. ആൽബി, ആ ഹൗസ് ഓണർ വരുമ്പോഴേ ഈ പെയിന്റ് ഒന്ന് മാറ്റാൻ പറയണം. പിന്നെന്താ മാറ്റാൻ? അന്നാ പിന്നെ അതെന്നോട് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? തുപ്പലം കട്ടി. മോനെ, ഡോക്ടർ എന്താ പറഞ്ഞത്? നത്തിങ് ഗ്രാൻഡ്മ. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം, കാത്തിരിക്കണം, കൂടുതലൊന്നുമില്ല. ഷീൽ ബി ഓൾ റൈറ്റ്, എനിക്ക് ഉറപ്പാ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ മനസ്സ് പറഞ്ഞു ഷീൽ ബി നോർമൽ. ജീസസ് ഇതൊക്കെ നേരിട്ട് തോന്നിപ്പിക്കുന്നതാ. May God bless her. ആ അമ്പാട്ടച്ചൻ രാവിലെ തൊട്ടുള്ള വിളിയാ. നീ വന്നെ പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ആൽബിച്ചൻ ചർച്ചിലേക്ക് പോകുന്നുണ്ടോ? എന്തേ? I'll come with you. ഇപ്പോഴോ? ഈ ഉടുപ്പ് പോരെ? നിനക്കും ഗ്രാൻഡ്മയ്ക്കും കൂടി പിന്നെ പോരാ, എനിക്ക് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാനോ? യാ, കഴിഞ്ഞ ആഴ്ച ഞാൻ കുറെ പാപങ്ങൾ ചെയ്തിരുന്നു. എനിക്ക് അതെല്ലാം ഫാദറിനോട് പറയണം. എല്ലാ പാപങ്ങളും ചേർത്ത് നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ പറയാം. ഇപ്പൊ എന്റെ മോള് വിളിക്ക്. പോരാ, എനിക്ക് ഇന്ന് എന്നെ പോണം. വെറുതെ വാശി പിടിക്കണ്ട. എന്നെ ഇപ്പൊ കൊണ്ടുപോകോ ഇല്ലയോ? ഇന്ന് എന്തായാലും പറ്റില്ല. മിണ്ടരുത് നീ. എന്നെ കൊണ്ടുപോകാൻ നിനക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്റെ കൂടെ വരണത് നിനക്ക് നാണക്കേട്. അതല്ല കാര്യം. ഞാൻ എപ്പോഴും വീട്ടിനകത്ത് അടച്ചു പൂട്ടി കഴിഞ്ഞോളാം. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഓടാൻ പാടില്ല. ആലീസ്, ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട, ഒന്നും പറയണ്ട എന്നോട്. എന്നോട് ആരും സംസാരിക്കാൻ പാടില്ല, ഞാൻ ആരെയും കാണാൻ പാടില്ല. ആലീസ്, പ്ലീസ്. You shut up. എന്നോട് നീ മിണ്ടണ്ട. ഗ്രാൻഡ്മ, ആലീസ് നോർമൽ ആവുന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ മാത്രമാവോ? ഇനി എന്നാ അവള്? ഒന്നുമില്ലടാ മോനെ, ഇത് വെറും കുട്ടിക്കുറുമ്പല്ലേ. നീ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം മാറിക്കോളും. ഷീ ബി ഓൾ റൈറ്റ്. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നതല്ലേടാ. നിനക്ക് ഇത്ര ഡിമാൻഡായോ? എവിടെ ആയിരുന്നു? മനഃപൂർവ്വം അല്ല ചോ, ഇന്നലെ വരാൻ പറ്റാത്തോണ്ടാ. ഈ ചെകുത്താന്റെയും കടലിലെയും ഇടയ്ക്കെന്ന് പറയില്ലേ, അത് മറ്റാരുമല്ല, ഈ ആൽബിയ. അത്രത്തോളം കിടന്ന് അനുഭവിക്കാൻ നീ ആര്? യേശുക്രിസ്തു രണ്ടാമൻ. അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. രാവിലെ തന്നെ ഒരു ലോഹ ഇട്ടുകൊണ്ട് ഇടവകയിലേക്ക് ഇറങ്ങിയാൽ മതി. ഒന്നുകിൽ ഒരു വെഞ്ചരിപ്പ്, അല്ലെങ്കിൽ ഒരു തലയ്ക്ക് പിടുത്തം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്ത്യകൂതാശ. എങ്ങനെയായാലും 4 നേരം ഞം അടിച്ച് സൂക്ക ജീവിതം. തിരിച്ച് മേടയിലേക്ക് എത്തുമ്പോഴോ ദഹനം കിട്ടാനാന്നുള്ള പേരിൽ ഒരു 3-4 വീഞ്ഞും. ആകെയുള്ള മുതൽ മുടക്കെന്താ? ആരെങ്കിലും ഒന്ന് സ്തുതി പറയുമ്പോ തിരിച്ച് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നൊന്ന് കാച്ചണം. എന്റെ ഈശോയെ, ആയ കാലത്തൊന്ന് സെമിനാരി പോയിരുന്നെങ്കിൽ ഇന്നൊരു ശമാശനായിട്ടെങ്കിലും നടക്കായിരുന്നു. മതി നിർത്ത. പള്ളിക്കകത്ത് കയറി നീ ഇഞ്ചും പണി നടത്തണ്ട. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഒരു ഭാഗത്ത് ബ്രിജിത്താമ്മ, മറുഭാഗത്ത് ആലീസ്. അവരെല്ലേ നീ ചെകുത്താനും കടലുമായിട്ട് ഉപമിച്ചത്. ആ തള്ളയുടെ കാര്യം ശരിയാ. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോ എന്റെ മുറി വന്ന് അമ്പാട്ടാച്ചോ വീഞ്ഞിരിപ്പുണ്ടോ എന്ന് ചോദിച്ച പാർട്ടിയാ. ആലീസിന്റെ കാര്യം അങ്ങനല്ലല്ലോ. അവളൊരു പാവമല്ലേടാ. നീ അവളെ ഇങ്ങനെ കൈവെള്ളയെ കൊണ്ട് നടക്കുകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ദൈവം തമ്പുരാൻ നേരിട്ട് അനുഗ്രഹിക്കുന്ന ചില മനുഷ്യരുണ്ട്.
നിന്റെ പെങ്ങൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് കരുതിയാ മതി. ഇനി എന്തായാലും ആലീസും അയൽക്കാരുമായിട്ടുള്ള വഴക്ക് കാരണം പുതിയ വീട് അന്വേഷിക്കണ്ട. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് കൂയി വിളിച്ചാൽ പോലും കേൾക്കാനാളില്ല. ആഹാ ആ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലണോന്ന് പറഞ്ഞു ബ്രിജിത്താമ്മ. എങ്കിൽ അച്ഛൻ വൈകിക്കണ്ട. വെഞ്ചരിപ്പ് കഴിയാത്ത വീട്ടില് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഗ്രാൻമയ്ക്ക്. ഓ നീ പണിഞ്ഞിട്ട് മുരപ്പിത്തിരി കൂടുതലാ അല്ലേ അൽബി? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വണ്ടിയല്ലേ അച്ചോ. ഈ ശ്വാസം മുട്ടലും ചുമയൊന്നും ഏത് വർഷാപ്പുകാരൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റും. നീ പുറകിലോട്ടിരിക്കും, ഞാൻ നിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടാം. അത് വേണ്ട, അച്ഛൻ വൈകുന്നേരം വർക്ക്ഷോപ്പിൽ വന്ന് വണ്ടി എടുത്താൽ മതി. നടന്നിട്ടോ? ഒരു വ്യായാമാവട്ടെ അച്ചോ. കുറെ കാലായില്ലേ കുമ്പസാരക്കൂട്ടിലിരുന്ന് നാട്ടുകാരുടെ പാവവും പോക്കരുത്തരൊക്കെ കേട്ട് അങ്ങനെ സുഖിച്ചിരിക്കല്ലേ. ദേഹമൊക്കെ ഒന്ന് ഇളകട്ടെ, മസിലൊക്കെ ഒന്ന് പെരുകട്ടെ. നീ പോടാ പരിശുദ്ധി ഇല്ലാത്തവനെ. ഹലോ എന്താണ് വിളിച്ചാ കേക്കാത്ത? ചേട്ടാ വിളിച്ചാ കേക്കത്തില്ല ഇവനൊക്കെ. എന്താണ് നിന്നൊക്കെ വിളിച്ചാ കേക്കാത്ത? എന്താണോ തന്നെ വിളിച്ച വിളി കേൾക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? താനാ ബോണറ്റും പൊക്കി പിടിച്ച് നോക്കിയെന്നാ പോരാ, പണിയണം. ഞാനങ്ങോട്ട് കയറി വരും കേട്ടോ. എന്തോ പുറത്ത് നിൽക്കാൻ. ശ്രീധരനല്ലേ ഇപ്പോഴും? അതെ അതെ ശ്രീധരൻ തന്നെയാ. ഞാൻ ലോനപ്പനാണോ? അതറിയാവുന്നോണ്ടല്ലയോ തന്നോട് പറഞ്ഞ പുറത്ത് നിൽക്കാൻ. പോസ് വേണ്ട. എന്തോ പോസ് വേണ്ടാന്ന്. ഓ ഓ ലോനപ്പനും ശ്രീധരനും ഒരു വർഷോപ്പ് ജോലി. എന്നിട്ട് ലോനപ്പം പുറത്തും ശ്രീധരനകത്തും. നടക്കൂല മോനെ, ഇതിവിടെ നടക്കത്തില്ല. കുടിച്ചിട്ടേ ഈ വർക്ക്ഷോപ്പിനകത്ത് കയറാൻ പറ്റത്തില്ല. അതാര് പറഞ്ഞു? ഇപ്പൊ പറയുന്നത് ഞാൻ തന്നെയാ. ഓ മെസ്സിരി ആയോണ്ടായിരിക്കും. എന്തോ മെസ്സിരി ആയോണ്ടാണോ? നിന്നെ അകത്തോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞ ആള് ദേ വന്നു. ഇനി നേരിട്ട് ചോദിച്ച് കേറിക്കോ. സാറേ ഗുഡ് മോർണിംഗ്. മൈൻഡില്ലേ സാറേ? സാറേ നീ ഇങ്ങോട്ട് പോയിക്കേ. ലോലിപ്പിൽ ഇന്നും കുടിച്ച് സങ്കടം കൊണ്ട എന്റെ കൂടി നിർത്താൻ പറ്റുന്നില്ലല്ലോ കർത്താവെന്ന് ഓർത്തപ്പോഴുള്ള വിഷമം കൊണ്ട് അടിച്ചു പോയി. കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. അത് ശരി, മൈൻഡില്ല. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. തല്ലുന്നില്ലേ? അത് ശരി, വെറുതെ നിന്ന തല്ലും. സത്യക്രിസ്ത്യാനിയായ ലോനപ്പൻ നമ്മുടെ നേതാവ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ മറുകരം കാണിച്ചു തന്ന ഒന്ന് നുള്ളക്ക് പോലും ഇല്ല. കൊച്ചു കല്ലരി ഇനി പരിസരത്ത് കണ്ടുപോരുത്. ഓഹോ അത് ശരി. അപ്പൊ ലോനപ്പൻ ശരിക്കും പുറത്തായി. ഓക്കെ, ഇയാൾ കുറെ പണി. ഇവന്റെ ഒരു പണി.